ബേബി ഗേൾ എന്ന സിനിമയുടെ വിശേഷമാണ്. 2 മണിക്കൂർ 4 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ. അരുൺ വർമ്മ ഗരുഡിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ. ബോബി സഞ്ജയ് കുറച്ച് നാളുകൾക്ക് ശേഷം തിരക്കഥ എഴുതുന്ന സിനിമ. ബോബി സഞ്ജയുടെ ഈ അടുത്ത് വന്ന ചില സിനിമകളും തിരക്കഥകളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിലും ഈ സിനിമയുടെ തിരക്കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരുപാട് നെഗറ്റീവ് റിവ്യൂവും ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും ആയി മാറാത്തതുകൊണ്ട് ഭയങ്കര വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുന്നോട്ട് കണ്ടിരുന്ന് പോകാൻ ഉദ്വേഗജനകമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. തുടക്കം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിവിൻ പോളി എന്തിനു ഈ സിനിമയിൽ അഭിനയിച്ചു. കാരണം ഷമി തിലകന്റെ മകൻ അഭിനയിച്ച റോള് ആണ് കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് എന്താണ് നിവിൻ ഈ റോള് ചെയ്തതെന്ന് വിചാരിക്കുമ്പോൾ അവസാനം ഒരു 10-15-20 മിനിറ്റിൽ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. രസമായിട്ട് നിവിൻ അത് ചെയ്യുകയും ചെയ്തു. ചില സ്ഥലത്ത് നിവിൻ്റെ ഡയലോഗ് ഡെലിവറി എനിക്ക് അത്ര ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. എങ്കിൽ പോലും അവസാനമൊക്കെ നല്ല രസമായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് സംഗീത് പ്രതാപിന്റെ ആക്ടിംഗ് ആണ്. സംഗീത് പ്രതാപ് സാധാരണ നമ്മൾ കോമഡി റോൾസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് ഓവർ എക്സ്പ്രഷൻ ഇട്ടോ കുറേ സ്ഥലത്തൊക്കെ സംഗീതിന്റെ എക്സ്പ്രഷൻസ് കുറച്ച് ചില സമയത്ത് ഭയങ്കര ബോറാവണ പോലെ തോന്നിയിരുന്നു. പക്ഷെ അവസാനം ഒരു സീനിൽ സംഗീത് നന്നായിട്ട് ചെയ്തു. ഇതൊരു പുള്ളിയുടെ സ്ഥിരം പരിപാടിയല്ലല്ലോ. കോമഡി പുള്ളിയുടെ കണ്ണുകൊണ്ടും മുഖം കൊണ്ടും എക്സ്പ്രഷൻസോടെയാണ് പുള്ളി കുറേ രസമായിട്ട് ചെയ്യണേ. നല്ല രസമായിട്ട് ചെയ്യാറുണ്ടല്ലോ. പ്രേമലുവിലും ഹൃദയപൂർവ്വത്തിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷെ ഇതിനകത്ത് വേറൊരു സ്റ്റൈലായിരുന്നു. പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ. എങ്കിലും ചില സ്ഥലത്തൊക്കെ എന്തോ പോലെ ആക്ട് ചെയ്യണ പോലെ തോന്നി. പിന്നെ എനിക്ക് ഒന്നും പറയാനില്ലാത്തൊരു ആക്ടിങ് ആരുടെയാന്ന് ചോദിച്ചാൽ ലിജോ മോള്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തു. ഒരുപാടൊന്നും ചെയ്യാനൊന്നുമില്ല, ചെയ്യാനുള്ള സംഭവം നല്ല രസമായിട്ട് ചെയ്തു. പിന്നെ ഈ ബേബി ഗേളിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്, ഒരു ആക്ട്രസ്. അവര് ആദ്യമായിട്ടാണ് അവർ സിനിമയിൽ കാണുന്നത്. പക്ഷെ ആ കുട്ടി അടിപൊളിയായിട്ട് ചെയ്തു. അവര് ഭയങ്കര സർട്ടിലായിട്ട് ചെയ്യേണ്ട ആ റോളുമായി മനസ്സിലാക്കിയിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്ന പോലെ എനിക്ക് തോന്നി. സൂപ്പറായിരുന്നു അവരുടെ ആക്ടിങ്. പിന്നെ ജാഫ്രഡിക്ക് ഉണ്ട് കുറച്ചു നേരം. ജാഫ്രഡിക്ക് ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല. ഷമീദിലെ മകൻ കൊള്ളായിരുന്നു, പോലീസ് ഓഫീസറായിട്ട് കൊള്ളായിരുന്നു, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അശ്വന്ത് ഉണ്ട്. പിന്നെ നമ്മളറിയുന്ന ഒരുപാട് താരങ്ങളുണ്ട്. സിനിമ ഒരു തവണ OTT-ൽ നമ്മൾ വീട്ടിലിരുന്ന് തിയേറ്ററിൽ എന്തുകൊണ്ട് വർക്കായില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ വീട്ടിലിരുന്ന് കാണാൻ പറ്റിയ ഉദ്വേഗജനകമായ രീതിയിലൊക്കെ മൊമെന്റ്സ് കൊണ്ടുപോകുന്ന ഒരു ചെറിയ സിനിമ. ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ച് കാണാണ്ടിരുന്നാൽ ഇഷ്ടപ്പെടാവുന്ന ഒരു ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റിലുള്ള ഒരു നന്നായി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ബേബി ഗേളിന്റെ അനുഭവം. നിവിനും കൊള്ളായിരുന്നു, ഓവറോൾ കൊള്ളായിരുന്നു. അവസാനമൊക്കെ അവസാനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ രസമായിട്ട് വന്ന പോലെ എനിക്ക് തോന്നി. ഓവറോൾ ഒരു ഫീൽ ഗുഡ് പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ലോജിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. ഓക്കെ, കുറച്ച് ക്ലീഷേ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഭയങ്കര എക്സ്പെക്ടേഷൻസ് വെക്കാണ്ട് കണ്ട ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമ. അപ്പോൾ കണ്ടു നോക്കുന്ന വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് ആൻഡ് ബൈ.